ബിജുര നമ്മളെ വരുന്ന സ്പോട്ടിൽ തന്നെ ഇത് കണ്ടോ പക്ഷെ നമ്മളാ വരുന്ന സ്പോട്ടിൽ തന്നെ നമുക്കൊരു ചെറിയ സ്പോട്ടൂടെ കണ്ട്. ഓക്കെ, കൈതക്കോര, കാട്ടള, കരിമീൻ പോകുന്ന നോക്കിയല്ലേ അങ്ങോട്ട് വേണോ? റിസ്ക് ആണോ? റിസ്ക് ആണെങ്കിൽ പോകണം. അതാണ് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പറയുന്നത്. ഫിഷർ ഹണ്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ നൈസ് കേട്ടോ വിളിയാ. ഒരു മീനെങ്കിലും അനങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ച കൂടെ മീൻ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കൊന്ന് നിരീക്ഷിക്കാം. പണ്ടൊക്കെ ഇങ്ങനെയുള്ള സ്പോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴാണ് ആണയായിട്ട് പറ്റിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതിനുള്ള മനസ്സുണ്ട്, പ്രായവും പക്വതയും ശരീരം അനുവദിക്കുന്നില്ല. എന്താണോ കാണിക്കുന്നത് അവിടെ? ഇതുപോലെ തന്നെ കണ്ടത്തിൻ്റെ ആ കെട്ട് അപ്പുറം ഉണ്ട് കേട്ടോ. നമുക്ക് അതുകൂടെ നോക്കിയിട്ട് വരാം. അവിടെ എവിടെയെങ്കിലും ഒരു മീൻ അടിക്കുന്നത് എനിക്ക് കണ്ടേ പറ്റൂ, എങ്കിലും എനിക്കൊരു സമാധാനം കിട്ടും. ഗൈസ്, ഈ തോടും വരമ്പും വയലൊക്കെ കാണുമ്പം ഈ ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന എന്നെ പോലെ വരാറില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടേ. എനിക്ക് മാത്രമല്ല ഇതൊക്കെ കാണുമ്പോൾ വൈബ് അടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കാണുമ്പോൾ ഒരു ഹരവാണ്. ഇവിടെയൊക്കെ ഇറങ്ങിയില്ലെങ്കിൽ ഒരു ഉറപ്പാണ് ഇവിടെ ചൂണ്ടക്കാർ ഏരിയ. കൈതക്കോര പക്ക മീൻ അടിക്കുന്നുണ്ട്. ഇതാണ്ടാണ്ട് ഇവിടെ മീനുണ്ടാ മച്ചാനേ? മീനുണ്ട്. ജിഗ്രീവാ, ഞങ്ങളെ വണ്ടി കടയത് പോടേ. മീൻ ഒരിക്കലും വരത്തില്ല ഗായ്സ്, ഇത് തോട് പോലുള്ളൊരു സംഭവമാണ് കേട്ടോ ഇവിടെ. പക്ഷെ ഇവിടെ ആരും വരത്തില്ല കേട്ടോ. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മീൻ പിടിക്കുന്ന സ്പോട്ടുണ്ട് കേട്ടോ. ഇവിടെ സിലോപ്പിയ പക്ക ആയിരിക്കും കേട്ടോ. ഈ കാണുന്നുണ്ടോ? അവിടെ ഈ കെട്ടിനെന്തുവാണ് ഇങ്ങനെ പറയുന്നതിനെ? വെള്ളം കയറി കിടക്കുന്ന എന്തോ ഇങ്ങനെ പറയുന്നതിനെ? ഈ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്തിന് പറഞ്ഞ പേര് ചതുപ്പല്ല, അതിനെന്തൊരു പേര് പറയും. ഓ, വിട്ടുപോയി. അല്ല, ഉറപ്പായിട്ട് ഇവിടെ നമ്മുടെ മറ്റേ ഇതില്ലേ അതടിക്കാൻ പറ്റുന്നത് സ്ലിംഗ് ഷോട്ടൊക്കെ എന്തൊരു പക്കട്ട് അടിക്കാൻ പറ്റും കേട്ടോ. മീൻ ഇതുവരെ നമ്മൾ ഹരി കിടക്കുന്ന കണ്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്ത് തോന്നുന്നു കേട്ടോ. നമ്മളാ വരുന്ന ആ സ്പോട്ട്, നമ്മളാ ഫിഷിംഗ് സ്പോട്ടിൽ തന്നെ കാണുന്ന 2 സ്ഥലങ്ങളാണ്. അതുപോലെ അത് കണ്ടോ, ഇത് നേരത്തെ മുതലേ ഉള്ളതാണ് ഈ വെള്ളം കെട്ടും. ഇപ്പം വെള്ളം കയറുന്ന മീൻ വരാൻ സാധ്യതയില്ല. പക്ഷേ നേരത്തെ മുതലേ വെള്ളം ഇങ്ങനെ വരുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും വരും. സ്പോട്ട് കണ്ടിട്ട് ഉറപ്പായിട്ട് ഇവിടെ കൈതക്കോരയുടെ കോട്ടായിരിക്കും കേട്ടോ. ഒരു ഉറപ്പായിട്ട് ഇവിടെ മീനുള്ള സാധ്യത ഉണ്ട് ഇവിടെ. അവിടെ ഉണ്ടേ ഇതുണ്ടോ ഓടടിക്കുന്ന അവിടെ കണ്ടായിരുന്നോ? വെള്ളക്കെട്ടി പിന്നെ മീൻ വരത്തില്ലേ. പക്ഷേ ഈ ഹിഡനായിട്ടുള്ള ഈ ഭാഗത്തൊന്നും ആരും ഇല്ലെന്ന് തോന്നില്ലേ? അത് ഇല്ലാത്തയാണോ അതോ അതിന് വരാത്തയാണോ ഇങ്ങോട്ടൊന്ന്? കഴിച്ച് നമ്മൾ വണ്ടിയായിട്ട് വന്ന സമയത്ത് നമ്മൾ ആ വരുന്ന സ്പോട്ടിൽ നിന്ന് തന്നെ ഒരു 100 മീറ്റർ വരുമ്പോൾ നമ്മൾ രണ്ടാമത് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത സ്ഥലം കേട്ടോ. ഈ സ്പോട്ടിൽ എന്തെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ അവിടുന്ന് ഒഴുകി വരുന്ന ഭാഗം അത് കണ്ടേ. അവിടെ ഇതുണ്ടോ ഇവിടെ ചൂണ്ടിടാൻ പറ്റുന്നത് നമ്മുടെ ഇങ്ങോട്ടുള്ള ഭാഗം. അതായത് നമ്മൾ ആ കായലിൻ്റെ അടുത്താണ്ട് വരുന്ന 100ാമത്തെ മീറ്ററിൽ വരുന്ന ഫസ്റ്റ് സ്പോട്ട്. ബിജുവേ തേവേലി ഇറങ്ങി പോലീസ് നോക്കും. നമുക്ക് തേവാനൊക്കെ ഇറങ്ങുന്ന വീഡിയോ ഇടാം കേട്ടോ. ഈ മാസം കഴിയുന്ന നമ്മളെല്ലാം നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ. എന്നാ ഈ മാസം കഴിയണം, അവിടെ കിട്ടില്ല. ഈ മാസം കഴിയണം. ഈ മാസം കഴിയുമ്പോഴേ പറ്റത്തുള്ളൂ. ഈ മാസം വരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത മാസം എല്ലാ കാര്യവും നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ വന്ന് കാണണം. വല വീശുന്നതും ചൂണ്ടയിടുന്നതും തപ്പി പിടിക്കുന്നത് എങ്ങനെയാണെന്നും മീനെ പിന്നെ കുത്തിപ്പിടിക്കുന്നത് എങ്ങനെയാണെന്നും എല്ലാം നമ്മളെ ചാനലിൽ വീഴും. ആരും മറക്കല്ല് മിസ് ചെയ്ത് വന്ന് കാണും. 30 ശേഷം നമ്മുടെ പഴയ അടുത്ത നമ്മുടെ ഫിഷിങ്ങിൻ്റെ വീഡിയോ, വല വീശുന്ന വീഡിയോ, നമ്മൾ പെൻഡി വെച്ചേക്കുന്ന എല്ലാ വീഡിയോ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ സ്പോട്ട് പരിചയപ്പെടുത്തുന്നുള്ളതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.